ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നെ പോലെ അനവധി റുഖ്യ നടത്തുന്ന ആൾക്കാർ ഇസ്ലാമിക് മിഷനിൽ ഇന്നുമുണ്ട്, പുറത്തു പോയവരുണ്ട്. പക്ഷെ അവർക്കെല്ലാം കൂടും പാവം നൽകി അതിനുള്ള തെളിവുകൾ ഉദ്ധരിച്ച് ഇസ്തിംബാത്തും തജ്രിബയും അതേപോലെ തന്നെ ഈ വിഷയത്തിൽ ഗവേഷണവും ഒക്കെ നടത്താനുള്ള ഗൈഡൻസും ക്ലാസുകൾ എടുത്തുന്നത് ആരാ? ഈ വിസ്ഡം വിഭാഗത്തിലെ പണ്ഡിതന്മാരും അതിലെ സംഘടനാ നേതാക്കന്മാരുമാണ്. മാത്രമല്ല ഇത് തികച്ചും പൈശാചികമായ പലതും അതിലുണ്ട്, ഹറാമും ഷിർക്കുമായ മന്ത്രവാദം വരെ അതിലുണ്ട് എന്നുള്ളത് ഞാൻ വിശദീകരിക്കുന്ന ബോധ്യം. ഇതെല്ലാം നമുക്ക് രഹസ്യമായും പരസ്യമായും പറഞ്ഞു പഠിപ്പിച്ചു തന്നെന്ന് മാത്രമല്ല, ഇവരുടെ ജില്ല, സ്റ്റേറ്റ്, മണ്ഡലം നേതാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഒക്കെ വീട്ടിലേക്ക് എന്നെയും അതുപോലെയുള്ള ഒക്കെ നടന്ന സ്ത്രീകളെയും അല്ലാത്തവരെയൊക്കെ കൊണ്ടുപോയി ഇവരുടെ പള്ളികളിലും ഇവരുടെ സെന്ററുകളിലും ഇവരുടെ സ്ഥാപനങ്ങളിലും ഇവരുടെ വീടുകളിലും ചികിത്സിച്ചിട്ടുണ്ട്. ഒന്നല്ല, നൂറുകണക്കിന് വീടുകൾ പറയാൻ പറ്റും. പ്രഗത്ഭരായ ഇന്നും പുത്തനത്താണി ഭാഗത്തുള്ള ഇന്നും വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ സംഘടനാ തലത്തിലും പ്രഭാഷണ രംഗത്തും മെമ്പറിലെ ഖുത്ബയൊക്കെ നിർവഹിക്കുന്ന ആളുകളുടെ വീട് 3 ദിവസത്തിനും അതുപോലെ പല ദിവസങ്ങൾക്ക് എനിക്കും മറ്റുള്ള പല റുഖിയ നടത്തുന്ന സ്ത്രീകൾക്കും മറ്റൊക്കെ നിങ്ങൾ ഫാമിലികളെ കൊണ്ടുവന്ന് വിട്ടു തന്നിട്ടുണ്ട്. വേണ്ടി വന്ന വ്യക്തിയുടെ പേര് ഞാൻ പറയും. ആ വീട്ടിൽ ചികിത്സിച്ചിട്ടുണ്ട്. ഞാൻ അവിടുന്ന് പോയതിനു ശേഷം പിന്നീട് വേറെ ആളെ കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ പുത്തനത്താണിയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാര് അവിടെ വീടിന് സിഹറുണ്ട് എന്ന് പറഞ്ഞ് റുഖിയ നടത്തിയിട്ടുണ്ട്. ആരാണ് ചെയ്യുന്നത്? സാധാരണക്കാരനായ ഏതെങ്കിലും വിസ്ഡമിലേക്ക് വന്ന ഖുറാഫിയല്ല. ഇതിന്റെ ഉള്ളിൽ തൗഹീദും നിർഭയത്വവും പഠിപ്പിച്ച് പ്രസംഗിക്കുന്ന ആളുകള് ഇസ്ലാമിലെ മന്ത്രങ്ങൾ ഒരു ഭാഗത്ത് പറയാ, എന്നിട്ട് ഈ മന്ത്രത്തിന്റെ കൂടെ ഈ പറഞ്ഞ സിഹർ കണ്ടെത്താൻ വേണ്ടി ആയത്തുകൾ ഓതി ഹാദറാൻ ജിന്നുകള് ആ ജിന്നുകളോട് എവിടെ സിഹർ എടുത്തു പോന്നൊക്കെ പറഞ്ഞ് ഷൗട്ട് ചെയ്യുന്നതിനൊക്കെ